ഞാനൊരു കഥ പറയാൻ വേണ്ടി പോവാണ്. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ കഥയായിരിക്കും. ഹായ് മക്കളെ, അമീൻ സാറാണ്. ഈ വീഡിയോ കാണുന്ന മക്കൾ 9ാം ക്ലാസ്സിലാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ കാണാം. നിങ്ങളുടെ കഥ ആരംഭിക്കുന്നത് ഒരു 3 വർഷം മുന്നാണ്. നിങ്ങൾ 7ാം ക്ലാസ്സിൽ. അടിപൊളി കാലഘട്ടമായിരുന്നു അല്ലേ? എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ്, എല്ലാത്തിനും അടിപൊളി മാർക്ക്, ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല നിങ്ങളെ സ്കൂളിലൊക്കെ ആക്റ്റീവായ മക്കളായിരുന്നു നിങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നേരെ 8ാം ക്ലാസ്സിൽ എത്തുന്നത്. അപ്പോഴും കുഴപ്പമൊന്നുമില്ല. നമ്മൾ SPCയും അതേപോലെ JRC സ്കൗട്ടിലൊക്കെ അഡ്മിഷൻ കിട്ടി. മാത്രമല്ല സ്കൂളിൽ പല സ്കൂളിൽ നിന്ന് വന്ന മക്കളായിട്ട് പോലും നമ്മൾ നല്ല മാർക്കൊക്കെ വാങ്ങി അടിപൊളി മക്കളായിരുന്നു. അതിൻ്റെ എക്സാമിനൊക്കെ നല്ല മാർക്കൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അടിച്ചു നോക്കട്ടെ, നിങ്ങൾ ക്രിസ്മസ് എക്സാം എത്തിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ? കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ? എന്നാലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി മാറ്റിയിട്ടുണ്ടാവും. ആനുവൽ എക്സാം എത്തിയതിനും ഒന്നും പ്രശ്നമില്ലല്ലോ. 9ാം ക്ലാസ്സിലേക്ക് എല്ലാവരും എത്തിക്കല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒക്കെ എന്ത് ചെയ്ത് പാസ്സായിട്ട് പോയിട്ടുണ്ട്. ഇനി ഈ വർഷം അഥവാ ഇപ്പം നിങ്ങൾ 9ാം ക്ലാസ് എത്തിയ കാലഘട്ടം, എൻ്റെ മക്കൾ ആലോചിച്ച് നോക്കി. 8ാം ക്ലാസ്സിലൊക്കെ നല്ല അടിപൊളിയായ മക്കൾ, 7ാം ക്ലാസ്സിനൊക്കെ എല്ലാ എ ഗ്രേഡും കിട്ടി അടിപൊളിയായ മക്കളായിരുന്നു നിങ്ങൾ. 9ാം ക്ലാസ് എത്തിയപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയൊക്കെ പാളിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ എക്സാമിന് തന്നെ നിങ്ങൾ എന്ത് അടിപൊളിയാക്കി എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ക്രിസ്മസ് എക്സാം എഴുതിയപ്പോൾ ഞാൻ സത്യം ചോദിക്കട്ടെ മക്കളെ, എത്ര ചാപ്റ്ററിൻ്റെ പേരിൻ്റെ മക്കൾക്ക് അറിയാം? കുറേ കാര്യങ്ങൾ നമ്മൾ ഒഴിച്ചു വിട്ടിട്ടുണ്ടാവും. ഒന്നും വേണ്ട, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് മാത്സ് എക്സാമിന് മാർക്ക് പുറത്ത് പറയാൻ പറ്റുമോ? കുറേ മാർക്ക് നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇംഗ്ലീഷ് എക്സാമിന് ടീച്ചർ പറഞ്ഞ കാര്യമുണ്ട്, ഇപ്പോഴും നമ്മൾ കുറേ വാക്കുകൾ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ ഇപ്പോഴും പറ്റിയിട്ടുണ്ടാവില്ല. മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇനി ഒരു 1.5 മാസം കൂടിയേ ഉള്ളൂ നിങ്ങൾ 9ാം ക്ലാസ്സിൻ്റെ പബ്ലിക് എക്സാമിന്. മക്കൾ ആലോചിച്ച് വെക്കുക, കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഇനി 9ാം ക്ലാസ്. തോൽപ്പിക്കാൻ ചാൻസ് കൂടുതലാണ്. എൻ്റെ മക്കളാരും തോൽക്കൊന്നുമില്ല. പക്ഷെ എൻ്റെ മക്കൾ ആലോചിച്ച് നോക്കി, ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എന്താണ് എവിടെയൊന്നും പോലും അറിയില്ല. ആലോചിച്ച് വെക്കുക, അടുത്ത കൊല്ലം നിങ്ങൾ എത്താൻ പോകുന്നത് 10ാം ക്ലാസ്സിലേക്കാണ്. 10ാം ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ള റിസൾട്ട് നോക്കാൻ പോകുന്ന ഒരു കാലഘട്ടം. അത് ഇതുവരെ നിങ്ങളുടെ ആരും റിസൾട്ട് വെച്ചിട്ടുണ്ടാവില്ല, അച്ഛനും അമ്മയും അല്ലാണ്ട്. പക്ഷേ അതല്ല ഇനി വരാൻ പോകുന്ന 10ാം ക്ലാസ്. നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ്, അതേപോലെ കുടുംബക്കാർ, വീട്ടുകാർ എല്ലാവരും ചോദിക്കാൻ പോകുന്ന റിസൾട്ടാണ് 10ാം ക്ലാസ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 9ാം ക്ലാസ്സിൽ ഈ പഠിത്തമായിട്ട് നിങ്ങൾ 10ാം ക്ലാസ് പോയ അവസ്ഥ വെച്ചേക്ക്. മാത്രമല്ല പല സ്കൂളുകളിലും എന്ത് ചെയ്യാറുണ്ട്, നല്ല രീതിയിൽ മാർക്ക് കിട്ടാൻ വേണ്ടി പല സ്കൂളിൽ കാറ്റഗറി ആക്കാറുണ്ട്. മാർക്ക് ബേസിൽ നല്ലതാണ് കേട്ടോ, അവർ നല്ല കെയർ കിട്ടാൻ വേണ്ടി അത് ചെയ്യാറുള്ളത്. നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ ആ ക്ലാസ്സിലേക്ക് വരും. നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ടാണല്ലേ, ഞാൻ ആ ക്ലാസ്സിലേക്ക് വരുമോ, എനിക്ക് അത്ര മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. മക്കൾ ആലോചിച്ച് നോക്കി, ഈ 9ാം ക്ലാസ്സിൽ ഇതേ പഠനം വെച്ചിട്ടാണ് നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത്. ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, 2026 ഇങ്ങനെയൊക്കെ ആക്കും, മറ്റതൊക്കെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഒന്നും മാറിയിട്ടില്ല. ഒരു സത്യാവസ്ഥ തന്നെ മക്കളോട് പറയാം, നമ്മൾ ഈ പഠനം വെച്ചിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും ആവില്ല. മാറേണ്ടത് പഠനം. മക്കളെ, തുടങ്ങിയാലോ നമുക്ക്? നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടിപൊളിയാക്കും, ഉഷാറാക്കും. നിങ്ങൾ അടിപൊളിയാണ്. കാരണം നിങ്ങൾ 7ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്കും അടിപൊളി മാർക്കൊക്കെ വാങ്ങിയ മക്കളാണ്. പഠിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മൾ എവിടെയൊക്കെ ഒന്ന് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ? 9ാം ക്ലാസ്സിൽ ഈ ആനുവൽ എക്സാം നല്ല മാർക്ക് വാങ്ങി നമുക്ക് അടിപൊളിയായി മുന്നോട്ട് പോയാലോ? നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, സാറേ ഞങ്ങൾ പഠിക്കുകയൊക്കെ വേണം, എങ്ങനെ തുടങ്ങുന്നുള്ളത്? മക്കൾ, ഒരൊറ്റ കാര്യമുള്ളൂ, ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും 9ാം ക്ലാസ് ചോദ്യം ചോദിക്കും. നിങ്ങൾക്കറിയാലോ, അവസാനത്തെ ചാപ്റ്റർ അല്ല 1ാമത്തെ ചാപ്റ്ററിന് വരെ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് കിട്ടണം. സോ അതിന് തന്നെയാണ് ഞങ്ങൾ നിഞ്ച ബാച്ച് തുടങ്ങിയിരിക്കുന്നത്. മക്കൾ, ഒരൊറ്റ ഉറപ്പ് പറഞ്ഞിരുന്നു, ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ മക്കൾക്ക് എക്സാമിന് ഉണ്ടാവും. എല്ലാ ചാപ്റ്റേഴ്സും അതിൻ്റെ സ്ലൈഡും ഒക്കെ എൻ്റെ മക്കൾ കൃത്യമായിട്ട് നൽകാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഞങ്ങളെ കൂടെ പോര്, നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. മാത്രമല്ല മക്കളെ, ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ 15% എൻ്റെ മക്കൾക്ക് ഓഫർ ഉണ്ട്. അവിടെ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗം തന്നെ വിളിച്ചോ. മക്കളെ, 10ാം ക്ലാസ് നമുക്ക് ഉഷാറാക്കണം. അതിനു മുന്നേ 9 നമുക്ക് അടിപൊളിയാക്കി പോകാം. സോ വെൽക്കം ടു നിഞ്ച ഫാമിലി.